ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു ചാനൽ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. പരമാവധി പറ്റുന്നവരൊക്കെ കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ചെറിയൊരു കപ്പ് ഉണ്ടാക്കാൻ നോക്കാം. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. സോ നമുക്കപ്പോഴത്തേക്കിന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഡീഫോൾട്ടായിട്ട് നമ്മൾ എടുക്കുമ്പോൾ വരുന്ന കേട്ടോ ബ്ലെൻഡറിൽ. സോ നമുക്ക് ഇവിടെ വേണ്ടത് ഞാനൊരു സർക്കിളാണ് ഞാൻ എടുക്കുന്നത്. സോ സർക്കിളിൽ എനിക്ക് സർക്കിളിലൊരു 16 മതി. എനിക്ക് ജസ്റ്റ് എഫ് അടിച്ച് ഫില്ല് ചെയ്യാണ്. ഒരു ഒപ്പിന് ഈ ഒരു സൈസ് ഇരിക്കട്ടെ. എൻ്റെ മണ്ടഭാഗം നമുക്ക് ഒരു ഇച്ചിരി അങ്ങനെ. എൻ്റെ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ബ്ലെൻഡറിൻ്റെ അറിയാമല്ലോ എല്ലാവർക്കും. ഓൾമോസ്റ്റ് എനിക്കൊന്നും എല്ലാവർക്കും ഇപ്പം അറിയാവുന്നൊരു സോഫ്റ്റ്വെയർ ആയിട്ട് വരുവാണ് ബ്ലെൻഡർ എന്ന് പറയുന്നല്ലേ. സോ നമ്മൾ ഇത്രയും ഭാഗം എടുത്തിട്ട്, ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നില്ല, ഇത്രയും ഭാഗം എടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഇവിടെയും കൂടെ നമുക്കൊരു ലൂപ്പ് കട്ട് ആഡ് ചെയ്ത് വിടാം. സോ Ctrl R ആണ് അത് വരുന്നത്. സെഡ് പൊസിഷനിൽ ചെറിയ ഒരു ഹൈറ്റ് നമുക്ക് കൊടുക്കാം. ഈ ഒരു ഹൈറ്റ് ഇരിക്കട്ടെ, ഇത് മതിയാവുകൊണ്ട്. ഓക്കെ, നമുക്ക് തന്നെ ഒരു സബ് ഡിവിഷൻ സർഫസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അറിയാമല്ലോ, Ctrl 1 2 3 ഇതിൽ വർക്കാവും. ഇതെവിടെ വന്നിട്ടുണ്ട് സബ് ഡിവിഷൻ സർഫസ്. സോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും പിന്നെ ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇതിപ്പോൾ സബ് ഡിവിഷൻ ഇട്ടിട്ടുള്ളതാണ് ഇങ്ങനെ കാണുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവനെ എടുത്തിട്ട് Ctrl B പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ 2 എണ്ണമല്ലേ കിടക്കുന്നത്. സോ രണ്ടെണ്ണത്തിന് നമ്മൾ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് നൈസായിട്ടൊന്ന് വലിക്കും. ഓക്കെ, നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെറ്റ് സരിച്ച് ചെറിയ ഒരു സംഭവം ഇതാക്കിയിട്ട് നമുക്കിങ്ങനെ മേലോട്ട് കയറ്റാം. ഇവിടെ ഒരു ലുക്ക് കട്ട് കൊടുത്ത് സെറ്റ് പ്രസ് ചെയ്ത് താഴോട്ട് വലിച്ചിട്ട് ഇവിടെയും എവിടെ പോയി ഇവിടെ ഈ രണ്ടെണ്ണം ഇവിടെ നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ കണ്ട നമുക്ക് അവിടെ ചെറിയൊരു കുറച്ച് മുമ്പ് നമുക്ക് തന്നെ ബെവല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ടല്ലേ. സോ അടിഭാഗം റെഡി ആയിട്ടുണ്ട്, മേൽഭാഗം നമുക്ക് റെഡി ആയിട്ടുണ്ടല്ലേ. നമുക്കിതിനൊരു പിടി വെക്കണം. സോ പിടി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് ലൂപ്പ് കട്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും നോക്കാം എങ്ങനെ വരുന്നത്. രണ്ട് രീതികൾ എന്തായാലും നോക്കാം. സോ സബ്ഡിവൈഡ് സർക്കിൾ. സോ നമുക്കിങ്ങനൊരു പോർഷൻ കിട്ടിയില്ലേ. സോ നോക്കട്ടെ, ഫ്ലാറ്റ് ആൻഡ് ആവശ്യം നമുക്കില്ല. കാരണം ഫ്ലാറ്റ് ആൻഡ് ഇടുമ്പോഴത്തേന് നമുക്കിവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ആ മെഷീനെ ബാധിക്കും. ഫ്ലാറ്റിന് വേണ്ട, ഇങ്ങനെ തന്നെ കിടത്തിട്ട് ലവനെ ഈ അടിയിലുള്ള ഇവനെ നമുക്ക് മാത്രം എടുത്തിട്ട് ഇവനെ എടുത്ത് ദൂരെ കളയാം. എന്നിട്ട് നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് Ctrl പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് ഇവൻ ചാടി വരും. കേട്ടോ, നമ്മളിങ്ങനെ എടുക്കുന്നു എനിക്കത് ഗ്രിഡ് വർക്കാകത്തില്ല. സോ അതിന് പകരം നമുക്ക് ഇവിടെ വന്നിട്ട് ബ്രിഡ്ജ് എഡ്ജ് ലൂപ്പ് അടിക്കാൻ പറ്റും. അത് കറക്റ്റ് കയറി പിടിക്കാതെ ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് വെച്ചിരിക്കും കുറച്ച്.
നമുക്ക് ഇങ്ങനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് അങ്ങനെ ആയിരിക്കും നിൽക്കുക. എന്തായാലും നമുക്കൊന്ന് ഗൂഗിളിൽ ചുമ്മാ നോക്കാം എങ്ങനെ ആയിരിക്കുന്നതെന്ന്. ഓക്കെ, സോ നമുക്കിവിടെ ഇങ്ങനെ എടുത്ത് ഓക്കെ. സോ നമ്മുടെ കപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷെയ്ഡിങ്ങിലാണ് ഞാൻ വന്നിരിക്കുന്നത്, അറിയാമല്ലോ, അത് ഇവിടെ കിടക്കുന്നുണ്ട്. ഷിഫ്റ്റ് F3. സോ കപ്പിന് നമ്മൾ കൊടുക്കാൻ ഇമേജ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എൻ്റെ തന്നെ ലോഗോയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഫുള്ള് ബ്ലാക്ക് അല്ല, Ctrl+T അടിക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നൊരു സംഭവമാണ് ഈ ഒരു സംഭവം. സോ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പ്രിഫറൻസിൽ പോയിട്ട് ആഡ് ഓൺസിൽ നോഡ് റാങ്കുലർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് കിട്ടും ഈ സാധനം. അവിടെ UV-യിലല്ല കിടക്കുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റിൽ കൊടുത്താൽ നമ്മുടെ കണ്ടോ ഇവിടെ ഇത് വന്നു. അത് UV-യിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയോ ആണ്. ഇപ്പോൾ ഇതിൻ്റെ UV കിടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UV എഡിറ്റർ ആൻഡ് നമ്മുടെ UV-യിൽ കാണിക്കുന്നില്ലല്ലോ യൂസർ. ഒന്ന് ഈ സൈഡിൽ വരണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അൺറാപ്പ് അടിക്കും. സോ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരെ നമുക്ക് ആ ഒരു ആർട്ടാക്സ് സെൻറ്ററിൽ നമുക്കിവിടെ സെറ്റായല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ഭാഗത്തും കൂടെ വരണം. അതിന് ഇതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് നേരെ അൺറാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നേരെ ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓക്കെ. പക്ഷേ ഇതിനൊരു അവിടെ ഇരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്നില്ല അല്ലേ. ഓക്കെ, പിന്നെ ഇരിക്കട്ടെ. നമുക്കിനിപ്പോൾ ബാക്കി പരിപാടി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവൻ്റെ അകത്ത് എൻ്റെ റൂമിൽ നല്ല ചൂടാട്ടോ, വേർത്ത് മനുഷ്യൻ ചാവുകയാണ്. ഓക്കെ, എന്നിട്ട് അകത്തോട്ട് പോയിട്ട് ഇതും കൂടെ നമ്മൾ ഇതാക്കണം. ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ അകത്ത് കളറൊന്ന് വേറെ ആക്കി കൊടുക്കും. അതിന് നമ്മൾ വേറൊരു കളറിൽ പോയിട്ട് അവിടെ ആഡ് ചെയ്തിട്ട് ഇവിടെ അസൈൻ കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് അതേ സാധനം നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. നമ്മുടെ സബ് ഡിവിഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെയായിരിക്കും ഉണ്ടല്ലോ. നിങ്ങൾക്ക് വ്യൂ പോർട്ടില്ലേ ഈ ബ്ലെൻഡറിൽ ഇത് കണ്ടോ, വ്യൂ പോർട്ട് കുറച്ച് ലാഗ് കണ്ടോ. എൻ്റേത് അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡൊന്നുമല്ല. കാരണം എൻ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GTX 1660 സൂപ്പറും Ryzen 7 2700 8 കോർ പ്രൊസസ്സറാണ്. ഈ ഒരു സംഭവത്തിനെ നമുക്ക് ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അല്ലേ, നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും സ്റ്റാൻഡോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊണ്ടാക്കാം. ഓക്കെ, സേവ്. ഇത് നമുക്കൊന്ന് റെൻഡർ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇമേജ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒന്നോ രണ്ടോ എനിക്കറിയത്തില്ല എത്ര പേരാണെന്നുള്ളത്. ആരും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് സംഭവം മനസ്സിലാവില്ലെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് കാരണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. വീഡിയോ ഇടാൻ ചളിപ്പുണ്ട്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ പറയുക തിരുത്താൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ്.